ഹലോ. മഴവില്ലെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ നല്ല ഇഷ്ടമാണല്ലേ? ഈ മഴവില്ല് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ CBSE ആൻഡ് സ്റ്റേറ്റ് ബോർഡ് 2 പേർക്കും കോമൺ ആയിട്ട് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ പ്രിസത്തിനെ പറ്റി പഠിക്കുന്നുണ്ട്. പ്രിസത്തിൻ്റെ പ്രിസം ഡിസ്പേർഷൻ നടത്തുന്നത്. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് ലൈറ്റിനെ അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസ്പേർഷൻ അല്ലേ? അപ്പോൾ അതുപോലെ മഴ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ടാവും? കുറേ ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും, മഴത്തുള്ളികൾ ഉണ്ടാവും. ഈ മഴത്തുള്ളികൾ എന്തായിട്ട് ആക്ട് ചെയ്യും? അവർ പ്രിസമായിട്ട്, ചെറിയ പ്രിസങ്ങളായിട്ട് ആക്ട് ചെയ്യും. നമുക്കറിയാം സണ്ണിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റെയിൻബോ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ സൺലൈറ്റിനെ ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് റിഫ്രാക്ഷൻ സംഭവിക്കും വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ. അതുപോലെ തന്നെ അതിനെന്ത് സംഭവിക്കും? ഡിസ്പേർഷൻ സംഭവിക്കും. പിന്നെ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. ഇത്രയും പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? റെയിൻബോ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഒരു പിക്ചറിൽ കണ്ടാൽ നമുക്ക് നോക്കാം. ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ ഉള്ളിലേക്ക് എന്ത് എൻ്റർ ചെയ്യാണ്? സൺലൈറ്റ് എൻ്റർ ചെയ്യാണ്. അത് നമുക്ക് കാണാം, അത് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, ഡിസ്പേർഷൻ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിഫ്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ബെൻഡ് ചെയ്യുന്നുണ്ട്. ഉള്ളിൽ വെച്ചിട്ടാണല്ലോ, ഉള്ളിൽ വെച്ചിട്ട് അത് ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിനോമിന കൂടി അവിടെ നടക്കുന്നുണ്ട്. ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്ത് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെ തന്നെയാണ്? അവരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് റിഫ്രാക്റ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ എന്തിൻ്റെയൊക്കെ ഒരു കമ്പൈൻഡ് ഇഫക്റ്റാണ് നമ്മളുടെ റെയിൻബോ എന്ന് പറയുന്നത്? ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഫിനോമിന എന്ന് പറയുന്നത്. റിഫ്രാക്ഷൻ ഉണ്ട്, ഡിസ്പേർഷൻ ഉണ്ട്, ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് പഠിക്കാനുള്ള ഒരു കുട്ടി ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം.